ചാണ്ടാവത്തല്ലേ രോമയ്ക്കാ നിൽപ്പുണ്ടോന്ന് പറിക്കാം, നമുക്കൊരു കറി വെക്കാം. ആ വേണ്ട, കുറേ കിടപ്പുണ്ട്. ഇതൊരെണ്ണം മതിയല്ലോ അല്ലേ? അപ്പോൾ ഓമയ്ക്കൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ചെത്തി വൃത്തിയാക്കണം. നന്നായിട്ടത് കഴുകിക്കൊണ്ട് വരട്ടെ. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് അരിഞ്ഞ് വെക്കുക. ഇപ്പോൾ ഞാനൊരു 10-12 വെണ്ടയ്ക്ക എടുത്ത് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കടായി ഒന്ന് ചൂടായതിനു ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ വഴുവഴുപ്പൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതിന് കോരിയെടുക്കും. ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഓമയ്ക്ക അല്ല കപ്പളയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നല്ല പഴുത്ത് നോക്കി, ഒരു തക്കാളി. പുളിക്ക് പോലെ തക്കാളി ചേർക്കുന്നുള്ളൂ, കാര്യം ഇതിന് ഒരുപാട് പുളി വേണ്ട. അപ്പോൾ ഇതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. 2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കും. ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ഒരു ചെറിയ തേങ്ങയുടെ പകുതി തേങ്ങാപ്പീരയാണിത്. അത് ഈ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 4-5 കൊച്ചുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒക്കെ തുറന്ന് നോക്കാം. ആ ചില വെന്തിട്ടുണ്ട്. നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പം കൂടി ചേർക്കും. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഈ ജാറിൻ്റെ അകത്തുള്ള അരപ്പൊടിഞ്ഞെടുക്കും. ചെറുതായിട്ടൊരു തിള പോലെ വരുമ്പോഴത്തേക്കും ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കും. ഇനി ഇത് നേരെ താഴോട്ട് കടുക് പൊട്ടിക്കാനുള്ള ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അല്പം കടുക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽമുളകൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിരിക്കും. ഒരല്പം കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു കറി.